കോൺഗ്രസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനുള്ളിലെ അണിയറ കഥകൾ വെളിപ്പെടുത്തിയ കെ.വി. തോമസിന്റെ പുസ്തകം വിവാദത്തിൽ കെ കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ വേണുഗോപാലിന് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയെന്ന് കെ.വി. തോമസിന്റെ കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന പുസ്തകത്തിൽ പറയുകയാണ്. കെ.വി. തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നു. ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്. രണ്ടുപേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കെ കരുണാകരന് വേറെ ആരുടെങ്കിലും സൗജന്യം വേണം. എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ കെ.വി. തോമസ് നേരെ ആൻ്റിയുടെ അടുത്തേക്ക് പോയി. ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ.വി. തോമസ്. സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ കെ.വി. തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ്. എഴുതിയതെല്ലാം വസ്തുതയാണെന്നും ആരെയും അപമാനിച്ചിട്ടില്ലെന്നുമാണ് കെ.വി. തോമസിന്റെ വിശദീകരണം. പുസ്തകം മുഴുവൻ വായിക്കാതെയാണ് പത്മജ അഭിപ്രായം പറഞ്ഞതെന്നും കെ.വി. തോമസ് 24-നോട് പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറ്റൂ. ആ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും പിന്നെ പുസ്തകം മുഴുവൻ ആരും വായിച്ചിട്ടില്ല. അതിൻ്റെ സ്പിരിറ്റ് ഉണ്ട് ആ ബുക്കിൻ്റെ സ്പിരിറ്റ് കണ്ടാൽ ഒരിക്കലും ലീഡറെ തള്ളി പറഞ്ഞിട്ടില്ല, പത്മജയെ തള്ളി പറഞ്ഞിട്ടില്ല, മുരളിയെ തള്ളി ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവും, അത് വേറെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പത്മജയെയോ മുരളിയോ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമുള്ളതാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയത് എന്ന് കെ.വി. തോമസ് പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പത്മജ വേണുഗോപാലൻ പറയുന്നു. പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തത ഉണ്ടാകുമോ? കെ.വി. തോമസ് പറയുന്നത് പോലെ പ്രൊഫസർ കെ.വി. തോമസിന്റെ കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ പുസ്തകം ഇന്നലെയാണ് പ്രകാശനം ചെയ്തത്. അതിനുശേഷം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആ പുസ്തകത്തിലെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കാരണമായിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് 2001 പത്മജ വേണുഗോപാലിന് സീറ്റ് ആവശ്യപ്പെടുകയും അത് നിഷേധിച്ചതിനെയും തുടർന്നാണ് സോണിയാഗാന്ധിയും കെ കരുണാകരനും തമ്മിലുള്ള ബന്ധം അകലുന്നത്, അവർ തമ്മിലുള്ള ഒരു അകൽച്ച സംഭവിക്കുന്നത്. അതിനുശേഷമാണ്. ഒപ്പം തന്നെ KPCC അധ്യക്ഷനായി കെ മുരളീധരനെ നിശ്ചയിച്ചതിൽ അശേഷം താല്പര്യമുണ്ടായിരുന്നില്ല സോണിയാഗാന്ധിക്ക്. പിന്നീട് UDF സർക്കാരിന്റെ മുന്നോട്ടുള്ള സുഗമമായ നടത്തിപ്പിന് വേണ്ടി മാത്രം അന്ന് അതിനെ സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൽ പറയുന്നു. നരസിംഹറാവുവിനെ PV എന്നാണ് വിളിച്ചിരുന്നത് കെ കരുണാകരൻ. അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. PM എന്നോ നരസിംഹറാവു എന്നോ ഒരിക്കലും വിളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല കെ കരുണാകരൻ എന്നുള്ളതും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ കെ.വി. തോമസിനെതിരെ രൂക്ഷമായ വിമർശനം പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. കെ.വി. തോമസിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ആ പേന പോലും മോശമാകും എന്നടക്കം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ കെ കരുണാകരൻ ക്ഷീണിതനായ സമയത്ത് AK ആന്റണി പക്ഷത്തേക്ക് മാറുകയും ഇവിടുത്തെ വിവരങ്ങളെല്ലാം തന്നെ ആന്റണിക്ക് ചോർത്തിക്കൊടുത്തതും കെ.വി. തോമസ് ആണ് എന്നുള്ളതും പത്മജ വേണുഗോപാൽ ഗുരുതര ആരോപണമായി പറയുന്നു. എന്നാൽ ഇതിന് തനിക്ക് മറുപടി ഇല്ല എന്നും അറിയാവുന്ന വസ്തുതകളും ചരിത്രത്തിന്റെ ഭാഗമായ കാര്യങ്ങളും മാത്രമാണ് കുറിച്ചിട്ടുള്ളത്. അതിലെ ഒരു പേജ് മാത്രം വായിച്ചുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പുസ്തകം മുഴുവൻ വായിച്ചാൽ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളും എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കെ.വി. തോമസ് ഇതിന് മറുപടിയായി ഇന്നലത്തെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പത്മജ വേണുഗോപാലിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം വരില്ല എന്നുള്ളത് അറിയിക്കുകയായിരുന്നു. അവരെ ഒന്നും തന്നെ അപമാനിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല പുസ്തകത്തിലൂടെ എന്നുള്ളതുമാണ് കെ.വി. തോമസ് ഇത് പറയുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇതിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അത് തന്നെയാണ്. തുടർന്നും ഇനിയിപ്പോൾ എന്തായാലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും, അത്തരത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.